ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം വിചാരിക്കണം. അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നനച്ചുള്ളിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് ഡൈനിങ് ഏരിയ ഉണ്ടോ ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തന്നെ തമ്പനയിൽ കാണിച്ച പോലെ തന്നെ നമുക്ക് എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് വോളും സ്വിച്ച് ബോർഡും ഒക്കെ കറയൊക്കെ കളഞ്ഞ് അതുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു ലിക്വിഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നനച്ചുള്ളിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് ഞാൻ ഡൈനിങ് ഏരിയയ്ക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഡൈനിങ് ടേബിളും അതിൻ്റെ ചെയറും ആ ഭാഗത്തുള്ള ചുമരും ജനലും ഒക്കെ ഉണ്ട് ക്ലീൻ ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ മാറാലൊക്കെ ഒന്ന് തട്ടട്ടെ. നമ്മൾ ആരെങ്കിലൊക്കെ വിളിക്കാതെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ കുറേശ്ശെ ഓരോരോ ഏരിയ ആയിട്ട് ഞാനന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോരോ ഏരിയ ആയിട്ട് ഇങ്ങനെ ചെയ്യും. അങ്ങനെ ഒരാഴ്ചയൊക്കെ ആകുമ്പോഴേക്കിന് കംപ്ലീറ്റ് ആയിക്കോളൂ കേട്ടോ. അതായിരിക്കും നമുക്ക് ആരോഗ്യത്തിനും നല്ലത്. സഹായത്തിന് ആളില്ലാതാവുമ്പോഴും അതാണ് നല്ലത് കേട്ടോ. പിന്നെ സഹായത്തിന് ആളെ വിളിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളെ വീട്ടിൽ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണ്. നമ്മളെ വീടിനെ പറ്റിയും നമ്മളെ രീതികളെ പറ്റിയൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കത് ഓക്കെ ആയിരിക്കും. പക്ഷെ പെട്ടെന്ന് അറിയാത്ത ഒരാൾ വന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസത്തിന് വേണ്ടി ചെയ്യും, അത് ഒരു റാഹത്താവൂല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഡൈനിങ് ടേബിളിൻ്റെ ചെയറിൻ്റെ കവറുകളൊക്കെ ഊരിയിട്ട് അലക്കാനായിട്ട് കൊണ്ടുപോയിടാം കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ കൂടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കവർ അടിക്കുന്നത് കാണിക്കുമെത്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കവർ അടിക്കാൻ അത്ര പണി ഉണ്ടായിട്ടൊന്നുമല്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലോത്ത് കണ്ടാൽ അറിയാം, കുറച്ചൊരു ഫ്ലെക്സിബിൾ ആയ ഒരു ക്ലോത്താണ് കേട്ടോ. ഒന്നാമത് ഈ ക്ലോത്ത് നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ടാവില്ല. ഈ ക്ലോത്ത് ആയാലാണ് നല്ല ടൈറ്റ് ചെയ്തിടുമ്പോൾ നല്ല വൃത്തിക്ക് കിടക്കുള്ളൂ കേട്ടോ. നമ്മൾ സാധാരണ ക്ലോത്ത് കൊണ്ടൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഫിറ്റിങ്സ് ഒന്നും ശരിയായിട്ട് കിട്ടൂല. അങ്ങനെ ആയിരിക്കും. എന്നാലും ഇൻഷാ അല്ലാഹ് ഞാൻ ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ, കാണിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ചൂലെടുത്തിട്ട് ഇതൊക്കെ ഒന്ന് തട്ടണം കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു മറ്റൊരു ചൂല് വാങ്ങി വെക്കണേ നമുക്ക് ജനല് ഇതേപോലത്തെ ഫർണിച്ചറൊക്കെ പൊടി തട്ടാനും മാറാല തട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചൂലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഷേപ്പിലുള്ളതാകുമ്പോൾ നമുക്ക് എല്ലാ ഗ്യാപ്പിലും കയറും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തട്ടിയാൽ ജനലിൻ്റെ ഈ കമ്പികൾ പല വീട്ടിലെ ജനലിൻ്റെ ഗ്രില്ലും പല രീതിയിലായിരിക്കും കേട്ടോ. ഇവിടുത്തേന് ഇങ്ങനെ ചെറിയൊരു കള്ളിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചൂലുകൊണ്ട് തട്ടുമ്പോൾ എല്ലാ മുക്കുന്നും മൂലെന്നൊക്കെ മാറാലും കാര്യങ്ങളും ഒക്കെ പോകും. നമ്മൾ എത്ര വൃത്തിയാക്കിയിട്ടാലും ഒരാഴ്ച ആകുമ്പോൾ തന്നെ ചലന്തി വല ഇഷ്ടം പോലെ ഉണ്ടാവും. ഗ്ലാസ് ഒന്നും വൃത്തികേടായിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നല്ലോ ശശിയേട്ടൻ തുടച്ചൊക്കെ തന്ന് പോയതാണ്. അപ്പോൾ ഗ്ലാസ് ഒന്നും വൃത്തികേടായിട്ടില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച അവിടെ സോഫമേൽ കയറിയിട്ട് മോന് തൊടുന്നോണ്ടാണ് അവിടെ ഗ്ലാസ്സിലൊക്കെ സ്റ്റെയിൻ ആവണം കേട്ടോ. അവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആരെങ്കിലും ഒരാളെ പെട്ടെന്ന് ഒരു അറിയാത്ത ഒരാളെ വിളിച്ചിട്ട് ചെയ്യിക്കുമ്പോൾ നമുക്കതൊരു ഇതാവില്ല കേട്ടോ. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് അവരെ ഒരു ദിവസത്തിന് വിളിച്ച് അന്ന് ഫുള്ളായിട്ട് നമ്മൾ കൂടെ നിന്ന് അന്ന് മുഴുവനായിട്ട് എടുക്കാൻ പറ്റുന്നൊക്കെ എടുത്ത് തീർക്കണ്ടേ, അത് ഒരു വൃത്തിയാവൂല കേട്ടോ. എനിക്കൊരു എന്താ പറയുക, ഒരു തൃപ്തി ആവൂല എനിക്ക്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ പണ്ടേ ഇങ്ങനെ തന്നെയുണ്ട്. പണ്ട് ഇവിടെ സ്ഥിരം വരുന്ന ചേച്ചിമാരുണ്ടെങ്കിലും ഞങ്ങൾ നനച്ചോളി എന്ന് പറഞ്ഞിട്ട് 1-2 ദിവസം അങ്ങനെ ഒന്നിച്ച് ചെയ്യാൻ പരിപാടി അന്നേ ഇല്ല കേട്ടോ. അന്നും ഇതേപോലെ ഓരോ ദിവസം ചേച്ചിമാർ വരുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം ഡീപ്പ് ക്ലീൻ ചെയ്ത്, ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ടല്ലോ, ഞാൻ എന്നും ക്ലീനിങ്ങിൽ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു റൂമെങ്കിലും ഡീപ്പ് ക്ലീൻ ചെയ്യും. നനച്ചുളി പോലെ ചെയ്യും. അല്ലാത്തോടെ നമ്മൾ സാധാരണ ക്ലീൻ ചെയ്യണ പോലെ ക്ലീൻ ചെയ്യും. അങ്ങനെ തന്നെ കേട്ടോ അന്നും ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് എനിക്കൊരു തൃപ്തി. അപ്പോൾ ഇതാ ജനലൊക്കെ തട്ടി പൊടിയൊക്കെ തട്ടണം കേട്ടോ. ഇന്നിപ്പോൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാട്ടോ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഡിറ്റർജൻറ്റും ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ സമയം കൈ ഇങ്ങനെ നനഞ്ഞിരിക്കുമ്പോഴേ അത് ഗ്ലൗസ് യൂസ് ചെയ്യാൻ നല്ലതെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി കൊടുക്കട്ടെ. ഇനിയാണ് ഞാൻ പറഞ്ഞ ലിക്വിഡ് ഉണ്ടാക്കണം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലിക്വിഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരുപാട് കമൻറ്റിൽ കൂടെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതെന്താണ് ലിക്വിഡ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോയിൽ കാണിക്കാമെന്നുണ്ടാ. ഇത് നമ്മളെ ഫ്ലോർ ക്ലീനർ ഉണ്ടല്ലോ, ലൈസോൾ. ഈ ലൈസോൾ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ സിഫിൻ്റെ ഫ്ലോർ ക്ലീനർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് ഏതെങ്കിലും ഒന്നെടുത്താൽ മതി. ഇതൊരു
മൂടി നിറച്ച് എടുക്കുന്നുണ്ട് ഇതിക്ക്. ഇത് ഐക്കൻ്റെ സ്പ്രേ ബോട്ടിലാണ്, അത്ര വലിയ ക്വാണ്ടിറ്റി ഒന്നും കൊള്ളൂല. ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഞാൻ ഒരു മൂടി, അതിൻ്റെ ഒരു മൂടി എടുക്കുന്നുണ്ട്. അതിക്ക് അത്ര തന്നെ വിനാഗിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുമല്ലോ വിനാഗിരി, ആ ഒരു വിനാഗിരി കേട്ടോ, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഇളം ചൂടുള്ള വെള്ളമാട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ സോളാറിൻ്റെ പൈപ്പിൽ നിന്ന് ഇളം ചൂടുള്ള വെള്ളം ആക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് അടച്ചിട്ട് ഇതിപ്പോൾ നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാം കേട്ടോ. ചുമരിലുള്ള സ്റ്റെയിനൊക്കെ പോകാനും, ഞാൻ ആദ്യം കാണിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നല്ല നമ്മൾ സ്വിച്ച് ബോർഡിൻ്റെ അടുത്തൊക്കെ മോനും ഒക്കെ ബാത്റൂമിൻ്റെ സ്വിച്ച് ബോർഡാണ് ആദ്യം ഞാൻ കാണിച്ചത്. അവിടെയൊക്കെ എപ്പോഴും മോന് ചളിയുള്ള കൈ കൊണ്ട് സ്വിച്ച് ഇട്ടിട്ട് ഒക്കെ ചളിയായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പോകും കേട്ടോ ഈ ഒരു ലിക്വിഡ് കൊണ്ട് തുടച്ചാൽ. ഇതിപ്പോൾ നമ്മുടെ വാൾപേപ്പറാണ്, ഇതുകൊണ്ട് തന്നെ തുടക്കാം കേട്ടോ. നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പ് വാൾപേപ്പർ ചെയ്താണല്ലോ, അത് ഞാൻ ആ ഒരു ലിക്വിഡ് ഇട്ടിട്ട് തന്നെ തുടക്കാം കേട്ടോ. അപ്പോൾ ജനലൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ്. ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇതേപോലെ ജനൽ, കട്ടിനത്, ഫർണിച്ചറുകൾ, അതേപോലെ തന്നെ ഗ്ലാസ്സുകൾ, നമ്മൾ ഫ്ലവർ പോട്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുമല്ലോ, മിററുകൾ ഒക്കെ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ. മിറർ ഗ്ലാസ് ഒക്കെ തുടക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഒരു സ്പ്രേ അടിച്ചിട്ട് നനയാത്ത ക്ലോത്ത് കൊണ്ട്, ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് തുടക്കണമെങ്കിൽ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ. എല്ലാത്തിനും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ കിച്ചണിലെ കൗണ്ടർ ടോപ്പ്, കിച്ചണിലെ ടൈല്, വോൾ ടൈല് ഒക്കെ അതുകൊണ്ട് തന്നെ തുടച്ചെടുക്കാനായിട്ട് പറ്റും. നല്ല ക്ലീൻ ആവാറുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ, വൈറ്റ് പെയിൻ്റൊക്കെ ആണെങ്കിൽ നമ്മൾ നനച്ചുള്ളിൻ്റെ സമയത്ത് മാത്രമൊന്നുമല്ല ക്ലീൻ ചെയ്യുക. ആഴ്ചയിൽ ഒരു ദിവസമോ 10 ദിവസം കൂടുമ്പോഴോ ഒക്കെ, അല്ലെങ്കിൽ സ്റ്റെയിൻ എവിടെയെങ്കിലുമൊക്കെ കയ്യടയാളം അതൊക്കെ കാണുമ്പോൾ നമ്മൾ തുടക്കുമല്ലോ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ലിക്വിഡ് അങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് ഈ ഒരു നനച്ചുള്ളിൻ്റെ ആവശ്യത്തിനല്ല, എപ്പോഴും യൂസ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ നിലത്ത് വല്ല കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ട് എന്താ പറയുക, ഗ്രീസി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആവുകയാണെങ്കിൽ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചാൽ മതി, നല്ല വൃത്തിയായി കിട്ടും. അങ്ങനെ എല്ലാ യൂസിനും ഈ ഒരു വിനാഗിരിയും ഈ ഒരു ഫ്ലോർ ക്ലീനറോ അല്ലെങ്കിൽ സിഫിൻ്റെ ഫ്ലോർ ക്ലീനറോ യൂസ് ചെയ്തിട്ടുള്ള ലിക്വിഡ് ഉണ്ടല്ലോ, ഇത് നല്ല യൂസ്ഫുള്ളാണ്, നല്ലോണം ക്ലീൻ ആയി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ ഡെക്കോർ ഐറ്റംസും ഒക്കെ ഇറക്കി വെച്ച് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ എപ്പോഴും എന്നും ഞാൻ തുടക്കണ തന്നെയാണ്. എന്നാലും ഇപ്പോൾ നനച്ചോളി എന്നുള്ളൊരു ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് തുടക്കണം കേട്ടോ. പിന്നെ ഈ ഫ്രൂട്ട്സ് ഇതിലെല്ലാത്തിലും കടി വന്നിട്ടുണ്ട് കേട്ടോ. ഓരോരോ ആൾക്കാർ വരുമ്പോൾ, ഗസ്റ്റൊക്കെ വരുമ്പോൾ അവരെ കൂട്ടത്തിലുള്ള കുട്ടികൾ ഇത് ഒറിജിനൽ ഫ്രൂട്ടാന്ന് എഴുതിയിട്ട് ഒന്ന് എടുത്ത് കടിച്ചു വെക്കും. പഴമൊക്കെ തൊലിച്ച് നോക്കിയിട്ട് എൻ്റെ നെറ്റിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ. ഇതൊക്കെ 10 വർഷമായിട്ട് നമ്മൾ വീട് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് കുറേ ഡെക്കോർ ഐറ്റംസ് ഒക്കെ വാങ്ങി, ഇൻറ്റീരിയർക്ക് കുറേ സാധനങ്ങളൊക്കെ ഞാനും കാക്കയും കൂടെ പോയി പർച്ചേസ് ചെയ്ത സമയത്ത് അവിടുന്ന് വാങ്ങി കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇതൊക്കെ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ തുടക്കാറുള്ളത്. മുന്തിരിയൊക്കെ പൊഴിഞ്ഞു പോയി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, 10 വർഷമായില്ലേ. എല്ലാ ആപ്പിളിലും ഒക്കെ കടിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോരോ മക്കൾ വരുമ്പോഴേ കടിച്ചു നോക്കണതാണ്. അപ്പോൾ ഒറിജിനൽ ആണോ എന്ന് കരുതിയിട്ട് ഒക്കെ കടിച്ചു നോക്കണം. അതിൻ്റെ ഇടയിൽ കാക്കയും ചെയ്യും കൂടെ അക്ഷയ് പോയതായിരുന്നു കേട്ടോ. അവർ രണ്ടാളും കൂടെ വന്ന്, അപ്പോൾ അവർ നമ്മളെ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ, ഇപ്പോൾ റോട്ടിൽ ഇറങ്ങുന്നോട് തന്നെ കരിമ്പിൻ ജ്യൂസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ ധൃതിയുള്ള പണിയായപ്പോൾ എന്നോട് വെള്ളമൊന്നും ചോദിച്ചില്ല, മറ്റേ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പറയും. അപ്പം അങ്ങനെ പോയിട്ട് മൂപ്പര് ജ്യൂസ് കുടിച്ചിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള പാർസൽ കൊടുത്തു വിട്ടതാട്ടോ. അപ്പം അത് കുടിക്കണമുണ്ട്, ക്ലീൻ ചെയ്യണമുണ്ട്. അതും വലിയൊരു ഉപകാരമായി. ഇപ്പം ഞാൻ വെള്ളം ഉണ്ടാക്കാനൊന്നും പോണ്ടി വന്നില്ല കേട്ടോ. അങ്ങനെ ടേബിളും ഒക്കെ അതുകൊണ്ട് തന്നെ ഞാൻ തുടച്ചു. ഒരുപാട് സമയത്തെ പണിയൊന്നും എടുത്തില്ലെങ്കിലും ഓരോ റൂമും ഒരു 2 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാട്ടോ ഞാൻ നന്നാക്കണത്. അപ്പോൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ ടൈം എടുത്ത് നന്നാക്കാനായിട്ട് പറ്റൂല. ഇങ്ങനെ ഓരോ റൂം ആകുമ്പോഴല്ലേ നമുക്ക് 2 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുത്ത് സാവകാശത്തിൽ നല്ല നീറ്റും ക്ലീനൊക്കെ ആയിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ മോനെ പറഞ്ഞേക്കലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു 10 മണിക്ക് ഇറങ്ങിയതാട്ടോ. 12 മണി 12:15 ആവോളം ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സാധാരണ ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്യാൻ പോയിട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ടേബിളിൻ്റെ അടിയൊന്നും അടിച്ചിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. മാറാല തട്ടിയതിൻ്റെ കച്ചറയും, ടേബിളിൻ്റെ അടിയിൽ ഒരുപാട് മാറാലുണ്ടായിരുന്നു, അതൊക്കെ തട്ടിയ കച്ചറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫ്ലോറ് എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. പിന്നെ ഫ്ലോറ് നമ്മൾ സാധാരണ ടൈല്
നമ്മൾ ചെയ്യുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ലിക്വിഡ് ഡിറ്റർജൻറ്റ് അങ്ങനെ കെമിക്കൽ ഇട്ടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രാനൈറ്റ് അല്ലേ, ഗ്രാനൈറ്റിന് ഇപ്പോൾ പൊതുവേ ഒരു അയൺ പൊന്തുന്ന സ്വഭാവം ഒക്കെ ഉള്ളതാണ്. നമ്മൾ ഗ്രാനൈറ്റ് നാച്ചുറൽ പാറയാകുമ്പോൾ, നാച്ചുറൽ പാറ ജീവണ്ട് എന്നാണല്ലോ പറയുക, അതിങ്ങനെ കെമിക്കൽ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ കെമിക്കൽ ഇട്ടിട്ടൊന്നും നടക്കൂല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ ഒരു ലൈസോളിൻ്റെ ഫ്ലോർ ക്ലീനർ, അതേപോലെ സിഫിൻ്റെ ഫ്ലോർ ക്ലീനർ, ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അല്ലാതെ ചില സാധനങ്ങൾ യൂസ് ചെയ്താൽ പണി കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ ലാസ്റ്റ് എല്ലാ പണികളും ഇതേപോലെ എല്ലാ റൂമും വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഫ്ലോറ് ഞാൻ നന്നായിട്ടൊന്നുകൊണ്ട് ചുടുവെള്ളവും ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് തുടച്ചെടുക്കും കേട്ടോ. അത് ചെയറൊക്കെ ഞാൻ ഈ ഒരു ലിക്വിഡ് യൂസ് ചെയ്തിട്ട് തന്നെ തുടച്ചെടുത്തു. അതേപോലെ തന്നെ ഈ കർട്ടന് രാത്രി മാത്രമാണ് കേട്ടോ താഴ്ത്തിയിടുക. അവിടെ ചെടികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ചെടികളൊക്കെ കുറേ പുറത്തേക്ക് വെച്ചതാണ്, അവിടെ ഹാങ് ചെയ്തതൊക്കെ ഞാൻ പുറത്തേക്ക് വെച്ചതാണ്. അപ്പോൾ പകൽ സമയത്തൊക്കെ 2 കർട്ടനും പൊക്കിയാട്ടോ ഇടുക. ജനൽ ഫുള്ള് ഇങ്ങനെ നല്ല വെളിച്ചം കയറുന്ന രീതിക്കാണ് വെക്കുക. രാത്രി മാത്രമാണ് ഇത് താഴ്ത്തിയിടുള്ളൂ. അപ്പോൾ അധികം പൊടിയൊന്നും ഉണ്ടാവില്ല, കച്ചറയും പൊടിയൊന്നും അങ്ങനെ ഉണ്ടാവില്ല. എന്നാലും ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ. ഈ കർട്ടനാകുമ്പോൾ പിന്നെ പൊടിയൊന്നും തങ്ങൂല്ല, അതേപോലെ അങ്ങനെ തുടച്ചെടുക്കുകയും ചെയ്യാം. ഇവിടെയൊക്കെ ആദ്യം ക്ലോത്ത് കർട്ടനായിരുന്നു കേട്ടോ. നമ്മൾ വീട് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ക്ലോത്ത് കർട്ടൻ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. വലിയ വലിയ ജനലുകളാണ്, അപ്പോൾ നമുക്ക് പ്രൈവസി ഉണ്ടാവില്ലല്ലോ കർട്ടൻ ഇട്ടില്ലെങ്കിൽ, വലിയ കർട്ടൻസ് ഇട്ടില്ലെങ്കിൽ. അപ്പോൾ നല്ല തിക്കുള്ള വലിയ ക്ലോത്തിൻ്റെ കർട്ടൻ തന്നെയാണ് ഇട്ടിരുന്നത്. പിന്നെ പൊടിൻ്റെ ശല്യം ഒക്കെ കൂടാകുമ്പോൾ എപ്പോഴും ഇങ്ങനെ കഴുകൽ വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കർട്ടൻ ആക്കിച്ചതാട്ടോ. ഇതാകുമ്പോൾ പിന്നെ നമുക്ക് പൊടി തട്ടാം, അതേപോലെ തന്നെ വാക്വം ചെയ്യാം, ഇങ്ങനെ തുടച്ചെടുക്കുകയും ചെയ്യാം. പൊടി അങ്ങനെ തങ്ങണമൊന്നുമില്ല ഇതിന്മേൽ. പകൽ സമയത്ത് അങ്ങോട്ട് കയറ്റിയിട്ടാൽ നല്ല വെളിച്ചം അകത്തേക്ക് കയറുകയും ചെയ്യും. ഞാൻ ഒരുപാട് ചെടികൾ അകത്ത് വെക്കുന്ന ആളായതുകൊണ്ട് അകത്തേക്ക് നല്ല വെളിച്ചം വേണം കേട്ടോ. പകൽ സമയത്ത് പകൽ മുറ്റത്ത് എങ്ങനെ വെളിച്ചം ഉണ്ടാവും, അതുപോലെ തന്നെ വെയിലും വെളിച്ചും അകത്തേക്ക് ഉണ്ടാവും കേട്ടോ. 3 മണിക്കത്തെ വെയിൽ ഒരു നമ്മുടെ സ്റ്റെപ്പിൻ്റെ അവിടെ ലാൻഡിങ്ങിൽ വലിയൊരു ഗ്ലാസ് ആണല്ലോ, അത് കൂടെ അകത്തേക്ക് വരും. അപ്പം അങ്ങനെ വെയിലും വെളിച്ചമൊക്കെ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ. എന്നാൽ ടേബിളിൻ്റെ അടി ഒന്ന് തുടച്ചിട്ട് ചെയറൊക്കെ നീക്കിയിടട്ടെ. 2 തുട നന്നാക്കിയിട്ട് 2 പ്രാവശ്യമായിട്ട് തുടച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ചെയറൊക്കെ നീക്കിയിട്ടിട്ട് വേണം ബാക്കിയുള്ള പണികൾ ചെയ്യാൻ. നമ്മളിങ്ങനെ മടുപ്പില്ലാതെ ചെയ്യുമ്പോൾ കുറേശ്ശായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് മടുക്കണില്ലല്ലോ. അപ്പം അങ്ങനെ നമുക്ക് തടിക്കും കേടില്ല, നമുക്കങ്ങനെ ബോറടിക്കില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പാട്ടിട്ടിട്ടോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ സ്പീക്ക് ഇട്ടിട്ടോ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിക്കണമെങ്കിൽ ഇയർബഡ്സ് വെച്ച് സംസാരിച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി. സമയം പോലും അറിയില്ല, പണി അങ്ങനെ നടന്നും ചെയ്തോളൂ കേട്ടോ. ഞാൻ അങ്ങനെ അധികം ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാ ടേബിൾ ക്ലീൻ ചെയ്യലൊക്കെ തീർന്നു കേട്ടോ. ഈ ടേബിൾ നീക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല കേട്ടോ. ടേബിള് നേരെ തിരിച്ചാണ് ഇട്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് സ്ഥലം അങ്ങനെ പോണ പോലെ തോന്നിയപ്പോൾ ഞാനും ചെയ്യും കാക്കും കൂടെ ഒരു ദിവസം അങ്ങനെ തിരിച്ചിട്ടതാണ്. പിന്നെ എപ്പോഴും യൂസ് ചെയ്യണില്ലല്ലോ, ആരും ഇല്ല അങ്ങനെ ഭക്ഷണം കഴിക്കാൻ. നമ്മൾ കിച്ചണിൽ തന്നെയാണ് അങ്ങനെ ഭക്ഷണം കഴിക്കുക. ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരുമ്പോൾ മാത്രമാണ് ഇവിടെ ഇരിക്കുള്ളൂ. അപ്പോൾ ഇതിന് 10 ചെയറാണ്. അപ്പോൾ 2 ചെയർ റൂമിൽ മക്കൾ പഠിക്കാനൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടിട്ടുണ്ട്, ബാക്കിയും ഇട്ടിട്ടുണ്ട്. ടേബിൾ ഭയങ്കര വെയിറ്റാണ്, നീക്കൽ നടക്കൂല, നിൽക്കാതെ തന്നെ തുടച്ച് നന്നാക്കലൊക്കെ നടക്കുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ വാഷ് ബേസിൻ്റെ ഇവിടെ ഒന്ന് നന്നാക്കട്ടെ. ഇവിടെയും ആ ഒരു ഹാങ് ചെയ്ത പൂട്ടിലുള്ള പ്ലാന്റൊക്കെ ഞാൻ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പുറത്തുനിന്ന് അടയ്ക്കൊന്ന് കുളിപ്പിച്ച് നനച്ച് ക്ലീൻ ചെയ്ത് 2 ദിവസം പുറത്ത് വെച്ച് ഒന്ന് ഉഷാറായതിൻ്റെ ശേഷം അകത്തേക്ക് വെക്കുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ റമദാൻക്കുള്ള ഒരുക്കങ്ങളാണല്ലോ ഇപ്പോൾ നനച്ചുകുളി. അത് വെള്ളമെല്ലാം കൂടെ ഒഴിച്ച് ആകെ നനച്ച് കുളിക്കണം എന്നൊന്നുമില്ല കേട്ടോ, ഒക്കെ വൃത്തിയാക്കി എടുക്കണം എന്നുള്ളൂ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലവും പരിസരവും ഒക്കെ വൃത്തിയാക്കണതിനേക്കാളും ഇമ്പോർട്ടൻ്റാണ് നമ്മളെ മനസ്സും ശരീരവും വൃത്തിയാക്കുക എന്നുള്ളത്. ഫസ്റ്റ് മനസ്സാണ് വൃത്തിയാക്കേണ്ടത് കേട്ടോ. നമ്മൾ മനസ്സുകൊണ്ടാണ് റമദാനിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അല്ലാതപ്പോൾ ജസ്റ്റ് വൃത്തിയാക്കണം എന്നേ ഉള്ളൂ. നനച്ചുളിയെന്നും പറഞ്ഞിട്ട് കുറേ റീൽസും കുറേ തമാശയായിട്ടും തോന്നും, കാര്യമായിട്ടും തോന്നും കേട്ടോ. ചിലപ്പോൾ കുറേ ഇപ്പോൾ കേൾക്കുന്നുണ്ട് അങ്ങനെ വെള്ളമൊഴിച്ച് വയറിങ്ങൊക്കെ അങ്ങനെ നാശമായി ഇങ്ങനെ നാശമായി, അതിനൊന്നും കാര്യമില്ല കേട്ടോ. ഒക്കെ ഒന്ന് വൃത്തിയായി കിട്ടിയാൽ മതി. എന്നെ സംബന്ധിച്ചിപ്പോൾ ഇത് ഞാൻ എപ്പോഴും ചെയ്യണ പണിയാണ്. പിന്നെ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നനച്ചുളി വ്ളോഗ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ
ഞാനും വിചാരിച്ചു എന്തായാലും ഇങ്ങനെ ക്ലീൻ ചെയ്യണല്ലേ, അപ്പം അതങ്ങനെ എടുത്തിടാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതാ അവിടെ ഇവിടുത്തെ ഇതും ഈ ഒരു ഇത് ഗ്രാനൈറ്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു ടോപ്പ്, കൗണ്ടർ ടോപ്പ് ഈ ബേസം വെച്ചിട്ടുള്ള അത് ഞാൻ ഈ ഒരു പിങ്ക് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഞാൻ മുന്നേ ഏതോ ഒരു ക്ലീനിങ്ങിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പ്രോഡക്റ്റാണ്. നമ്മുടെ ടൈലുമത്തെയും ഈ ബേസിൻ്റെയും ഒക്കെ കറ പോവാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രോഡക്റ്റാണ്. ആ ഒരു പ്രോഡക്റ്റ് ഇട്ടിട്ടാണ് ഞാൻ വരച്ച് കഴുകുന്നത്. പിങ്ക് എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ഓൺലൈനാണ് വാങ്ങാറുള്ളത് കേട്ടോ. ഇവിടെ എവിടെയും കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ സാധാരണ ആമസോണിൽ വാങ്ങാറുള്ളത്. ഇപ്പം ഞാൻ എപ്പോഴും ഒക്കെ തിരുമ്പ വാങ്ങും. ഇപ്പോൾ വാങ്ങിയിട്ടുള്ള ബോട്ടിലും കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്താ ബാമ്പു ഒന്ന് കഴുകിയിട്ട് വെക്കട്ടെ കേട്ടോ. കഴുകി വെള്ളത്തിലിട്ട് വെച്ചാണ്, അതിന് പുറത്തേക്കൊന്നും കൊണ്ടായിട്ടില്ല. ഞാൻ ശരിക്കും നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിലിൻ്റെ വായ്ഭാഗം ഉണ്ടല്ലോ, മിനറൽ വാട്ടറിൻ്റെ, അതിങ്ങനെ മുറിച്ചിട്ട് ഇവിടെ വെച്ച് കൊടുത്താട്ടോ, അങ്ങനെ വൃത്തിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മളന്ന് കോയമ്പത്തൂർ പോയപ്പോൾ ഫുട്പാത്തിൽ നിന്ന് വാങ്ങിയ പോട്ടുണ്ടല്ലോ, സെറാമിക് പോട്ടും പാത്രവും വാങ്ങിയത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് എന്നിട്ടത്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വൃത്തിയാക്കൽ കഴിഞ്ഞ് ഞാൻ നിർത്തും കേട്ടോ. ടേബിളിൻ്റെ കവർ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് വിരിച്ചിടണം തന്നെ ഇല്ല കേട്ടോ. വാഷിംഗ് മെഷീനിൽ ഇങ്ങോട്ട് ഇതാക്കി കഴുകി ഉണക്കി എടുക്കുമ്പോൾ തന്നെ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ടാവും. പിന്നെ ചെയർമ നേരെ കൊടുന്നിട്ടാൽ മതി. മിക്കവാറും ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യട്ടോ, ഉണങ്ങാനൊന്നും ഉണ്ടാവില്ല. പിന്നെ ചെയർമ കിടന്നങ്ങ് ഉണങ്ങാൻ ഉണ്ടാവില്ല സത്യത്തിൽ. അങ്ങനത്തെ ഒരു ക്ലോത്താണത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനവിടെ വിരിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പൊടി തട്ടലും വേറലൊക്കെ കഴിഞ്ഞിട്ട് ഇട്ടാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാ. അതിപ്പോൾ വാങ്ങിയിട്ടിട്ട് 2 വർഷമായിട്ടാ. ഞാൻ നല്ല പ്രൊഡക്റ്റാണ്. ഞാൻ ഉപയോഗിച്ച് കണ്ടിട്ടിപ്പോൾ സെലീന ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്, അവൾ വാങ്ങിയിട്ടുണ്ട്. അവളൊരു ബേജ് കളറും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ് നമുക്കെപ്പോഴും. എനിക്കിവിടെ നല്ല പൊടിശല്യമാണല്ലോ, അപ്പോൾ ആ കവർ എടുത്തങ്ങ് അലക്കിയിട്ട് ഇട്ടാൽ മതി. എപ്പോഴും ഇങ്ങനെ പൊടി തുടച്ച് കൊണ്ട് നടക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഇട്ടതാണ് ഞാൻ കേട്ടോ. ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതപ്പോൾ നിങ്ങൾ ആ സ്വിച്ച് ബോർഡ് കണ്ടില്ലേ, എല്ലാ സ്വിച്ച് ബോർഡിൻ്റെ അടുത്തും നല്ല അഴുക്കുണ്ടാവും കേട്ടോ. നമ്മൾ കൈമന്നാവണമല്ല, മാസി ഇങ്ങനെ കോമൺ ടോയ്ലറ്റിക്കൊക്കെ പോകുമ്പോൾ അവിടുത്തെ സ്വിച്ച് ബോർഡും ഒക്കെ നല്ലോണം ചെളി ഉണ്ടാവും. നിങ്ങൾക്കിനി കാണാം ഞാനത് തുടക്കുമ്പോൾ ആ ഒരു ലിക്വിഡ് ഇങ്ങോട്ട് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുത്താൽ നല്ല ക്ലീൻ ആയിട്ട് പോരും കേട്ടോ. അത്ര ഒരു തുടക്കം ഇങ്ങനെ ഒറ്റ തുടക്കൽ തുറക്കുമ്പോൾ പോരുന്നില്ലെങ്കിൽ ഈ ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്തിട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുടച്ചാൽ മതി, എന്തായാലും പോകും കേട്ടോ. സ്വിച്ച് ബോർഡും ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. നമ്മൾ ഇപ്പം നനച്ചുള്ളിക്കാരുടെ കാര്യം പറഞ്ഞ പോലെ സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിൽ അങ്ങനെ വെള്ളമൊന്നും ആവില്ല കേട്ടോ. അങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ അങ്ങനെ പുറത്തൊന്ന് സ്പ്രെഡ് ആവുന്നേ ഉള്ളൂ. അങ്ങനെ എർത്തടിക്കുക ഷോക്കടിക്കുകയൊന്നും ചെയ്യൂല കേട്ടോ. ഇവിടെ അതേപോലെ തന്നെ നല്ല മാർക്കുണ്ട്. ഒറ്റ പ്രാവശ്യം ഇങ്ങനെ നമ്മളിങ്ങനെ വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വർഷത്തിലൊരിക്കൽ നനച്ചുളിക്കൊന്നും കാത്തു നിൽക്കാതെ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ കാണുമ്പോൾ അങ്ങോട്ട് തുടച്ചു പോയാൽ മതി. അപ്പോൾ എപ്പോഴും ക്ലീനായി കിടന്നോളും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു 10 വർഷമൊക്കെ കൂടുമ്പോഴേ പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇവിടെ ഇപ്പോൾ വീട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് 9ാമത്തെ വർഷമാണ് രണ്ടാമത് റീപെയിൻറ്റ് ചെയ്തത്. അതുതന്നെ പെയിൻറ്റ് ചെയ്തപ്പോൾ പെയിൻറ്റർമാർ പറഞ്ഞിരുന്നു കേട്ടോ, ഒന്നുമില്ലല്ലോ, പെയിൻറ്റ് ചെയ്തതും ചെയ്യാത്തതും അറിയണ്ടായിരുന്നില്ല. സെയിം കളറും പിന്നെ അഴുക്കും ഇല്ലാത്ത കാരണം ചെയ്ത ഭാഗവും ചെയ്യാത്ത ഭാഗവും അറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നനച്ചുളി ഇപ്പോൾ അവിടെ തീർന്ന് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ളോഗായിട്ട് വരുന്നവരെയും അസ്സലാമു അലൈക്കും.